ശ്രീകൃഷ്ണ കോളേജ് ഫോർ ഹെൽത്ത് കെയർ ആൻഡ് മീഡിയ സ്റ്റഡീസ് VWalk മെഡിക്കൽ ആപ്പ് നഴ്സിംഗ് ഡിപ്ലോമ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മികച്ച ആശുപത്രികളിലും ഫാർമസികളിലും പരിശീലനം. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് പ്രത്യേകാനുകൂല്യങ്ങൾ. കൂടാതെ ഓൺലൈൻ ക്ലാസുകളും ഇവിടെ ലഭ്യമാണ്. 9800 വനിതകൾക്ക് ജോലി നേടിക്കൊടുത്ത വടക്കാഞ്ചേരിയിലെ 28 വർഷത്തെ പാരമ്പര്യമുള്ള അംഗീകൃത സ്ഥാപനം. +2 തോറ്റവർക്കും ജയിച്ചവർക്കും പ്രവേശനം. ശ്രീകൃഷ്ണ കോളേജ് ഫോർ ഹെൽത്ത് കെയർ ആൻഡ് മീഡിയ സ്റ്റഡീസ്, ഓട്ടുപാറ ബൈപ്പാസ് ജംഗ്ഷൻ, അറേബ്യൻ മെഡിക്കൽസിന് സമീപം, അറേബ്യൻ ടയേഴ്സിന് മുകളിൽ. വാണിയംകുളത്ത് നിന്നും കാണാതായ 3 അംഗ കുടുംബത്തിനായി ഷൊർണൂർ പോലീസ് CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്നു. വാണിയംകുളത്തു നിന്ന് ഇവർ സഞ്ചരിച്ചു എന്ന് കരുതുന്ന പിക്കപ്പ് വാഹനം പോയ വഴികളിലെ CCTV ക്യാമറകൾ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. ഇവരുടെ കൈകളിലുള്ള മൊബൈൽ ഫോണുകളെല്ലാം സ്വിച്ച് ഓഫ് ആണെന്നും അവസാന ടവർ ലൊക്കേഷൻ ഇവരുടെ വീട് സ്ഥിതി ചെയ്യുന്ന പനയൂരാണെന്നും പോലീസ് കണ്ടെത്തിയിരുന്നു. ചെറുപ്പശ്ശേരി വഴി വാഹനം കടന്നുപോയതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇതുവഴി പോയ വാഹനം മലപ്പുറം ഉൾപ്പെടുന്ന സമീപ ജില്ലകളിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്നതാണ് പോലീസ് ഇപ്പോൾ അന്വേഷിച്ചു വരുന്നത്. അതേസമയം ഇവർ വീട് വിട്ടു പോകാൻ ഇടയായ സാഹചര്യം ഇപ്പോഴും വ്യക്തമല്ല. വലിയ രീതിയിലുള്ള സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നതായി കുടുംബത്തിലെ ചിലർ പറയുന്നുണ്ട്. ഷൊർണൂർ SI അശ്വിന്റെ നേതൃത്വത്തിലുള്ള സംഘം പരാതി ലഭിച്ചയുടൻ അന്വേഷണം ആരംഭിച്ചിരുന്നു. വിവരമറിഞ്ഞ് കാണാതായവരുടെ മൂത്ത മകൻ ദുബായിൽ നിന്നും നാട്ടിലെത്തിയിട്ടുണ്ട്. ഇവർ വീട്ടിൽ നിന്നും പോകുന്നത് കൃത്യമായ ആസൂത്രണത്തോടു കൂടിയാണെന്നത് വ്യക്തമാണ്. പാൽ വിതരണക്കാരനോടും പത്രം വിതരണക്കാരനോടും തുടർന്ന് വിതരണം ചെയ്യേണ്ടതില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. വീട്ടിൽ സൂക്ഷിച്ചിരുന്ന പച്ചക്കറികൾ സമീപവാസികൾക്ക് നൽകിയിട്ടുമുണ്ട്. സമീപത്തെ ചിലരോട് ആശുപത്രി ആവശ്യത്തിനായി പോകുന്നുവെന്നും എന്നാൽ മറ്റു ചിലരോട് കോട്ടയത്ത് ബന്ധുവീട്ടിൽ പോകുന്നുവെന്നും പറഞ്ഞിരുന്നു. പലരോടും പല കാരണങ്ങൾ പറഞ്ഞതും നാട്ടുകാരെ ആശയക്കുഴപ്പത്തിലാക്കി. വാണിയംകുളം കൃഷ്ണകൃപ വീട്ടിൽ 68 വയസ്സുള്ള ബാബു ഭാസ്കർ, ഭാര്യ 65 വയസ്സുള്ള രമാദേവി, മകൻ 32 വയസ്സുകാരൻ വിഷ്ണു എന്നിവരെ കാണാനില്ലെന്നു പറഞ്ഞാണ് കഴിഞ്ഞ ദിവസം പോലീസിൽ പരാതി ലഭിച്ചിരിക്കുന്നത്. ഷൊർണൂർ പോലീസിന്റെ അന്വേഷണം ഫലം കാണുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബാംഗങ്ങൾ. ന്യൂസ് ഡെസ്ക് CCV.